ഹലോ അരുൺ, പറയൂ. നമസ്കാരം അരുൺ, പറയൂ. ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടുന്ന ലോ അക്കാദമി സമരത്തിന് ഇനിയിപ്പോൾ പരിസമാപ്തിയായിരിക്കുകയാണ്. അതെ, ആദ്യമായി ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു മുൻ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കാര്യം എന്താണ്? 29ാമത്തെ ദിവസം ഇന്ന് സമരം തീരുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു കേരളീയ പൗരനെയും പോലെ ഞാനും ആഹ്ലാദവാനാണ്. പക്ഷേ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ആ സമരവുമായി ബന്ധപ്പെട്ട നിബന്ധനകളുടെ നിയമസാധുതയാണ്. അതല്ലെങ്കിൽ അത് എത്രമാത്രം പ്രായോഗിക തലത്തിൽ പാലിക്കപ്പെടാൻ വേണ്ടി സാധിക്കുന്ന രൂപത്തിലുള്ള ഉറപ്പുകളാണ് മാനേജ്മെൻറ്റും സർക്കാരും വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ നിയമസാധുത പരിശോധിക്കുന്ന സമയത്ത് ചില ആശങ്കകളുണ്ട്. പക്ഷേ എങ്കിലും മാനേജ്മെൻറ്റ് അന്തസ്സുള്ള ആളുകളും അവർ വാക്കുപാലിക്കുന്ന ആളുകളും ആണെങ്കിൽ ഏകദേശം ഭേദപ്പെട്ട കുട്ടികളുടെ അക്കാദമിക് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് ഏകദേശം ഭേദപ്പെട്ട ഒരു തീർപ്പിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ നിലയിൽ അത് സ്വാഗതാർഹവും ആഹ്ലാദകരവുമാണ്. സർക്കാരിന് ഇടപെടാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ മാനേജ്മെന്റ് ഈ ഒരു ഉറപ്പിൽ വ്യതിചരിക്കുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? അരുൺ, ഇപ്പോൾ പറഞ്ഞ വാദഗതി പൂർണ്ണമായിട്ടും തെറ്റാണ്. മാനേജ്മെൻറ്റ് ഇന്ന് നൽകിയിരിക്കുന്ന, പ്രൊഫസർ രവീന്ദ്രനാഥിന് നൽകിയിരിക്കുന്ന, വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പടരുന്ന ആ കരാറുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വ്യതിചലിച്ചാൽ സർക്കാരിന് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും സാധിക്കില്ല. ഒരു ലെറ്റർ പാഡിൽ എഴുതിയുണ്ടാക്കിയിട്ട് അതിൻ്റെ നിയമസാധുതയാണ് ഞാൻ അരുൺ ഈ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മുന്നോട്ട് വെച്ചത്. നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ ഉറപ്പ് നൽകുന്ന, ഡസൻ കണക്കിന് സുപ്രീം കോടതി വിധികൾ ഉറപ്പ് നൽകുന്ന ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളും നമ്മുടെ സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റുകൾക്കും അധികാരികൾക്കുമുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഭൂരിഭാഗത്തിനും സംസ്ഥാന സർക്കാരുകൾക്ക് അത്തരം സ്ഥാപനങ്ങളുടെ ആഭ്യന്തര പ്രവർത്തനങ്ങളുമായിട്ട് ഇടപെടാനോ അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴല്ലാതെ അത്തരം കാര്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനോ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ നഗ്നമായ യാഥാർത്ഥ്യം. അത് ദുഃഖകരമാണ്, നിർഭാഗ്യകരമാണ്. അനുഭവങ്ങൾ നേരിട്ടാൽ ഇനിയും അവർ സമരരംഗത്ത് ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇനിയും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ സമരരംഗത്ത് ഇറങ്ങുക എന്നുള്ളതല്ലാതെ സംസ്ഥാന സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ ആ കോളേജിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ ആഭ്യന്തര പ്രവർത്തനങ്ങളോ അതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും വ്യക്തികളുടെ പദവികളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത് കോമൺ സെൻസാണ്. അതിനകത്ത് വലിയ നിയമപാണ്ഡിത്യം വേണ്ട. കാരണം 29 ദിവസമായിട്ട് ഈ സമരം ഒത്തുതീർക്കാനോ സമരം അവസാനിപ്പിക്കാനോ മാനേജ്മെൻറ്റിനെതിരെയോ ഈ പറയുന്ന കുറ്റാരോപിതയായിട്ടുള്ള പ്രിൻസിപ്പൾക്കെതിരെയോ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കാനോ നമ്മുടെ സംസ്ഥാന സർക്കാരിന് സാധിക്കാത്തത് അത്രയും ശക്തമായിട്ടുള്ള, അത്രയും ഉപോത്പലകമായിട്ടുള്ള, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനെയോ സഹായിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇല്ല എന്ന് മാത്രമല്ല, അതിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വേണം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഒരു സമവായ ഒരു പരിധിവരെയല്ല, വളരെ പരിപൂർണമായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം, ഈ സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവരെ നമ്മുടെ പ്രൊഫസർ രവീന്ദ്രനാഥും ഈ പറയുന്ന ലോ അക്കാദമിയുടെ മാനേജ്മെൻറ്റും ഉൾപ്പെടുന്ന ആ ഒരു ഭാഗം, അത്തരം കൂട്ടർ വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പറ്റിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം എന്തെന്ന് വെച്ചാൽ സ്വാശ്രയ കോളേജുകളുടെ ആഭ്യന്തര കാര്യങ്ങൾക്കകത്ത് സംസ്ഥാന സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ നിയമപരമായിട്ട് ഇടപെടാൻ അധികാരമില്ല. ഒരു സ്വാശ്രയ കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ നിയമിക്കാനോ നിയമിച്ച പ്രിൻസിപ്പാളിനെ മാറ്റാനോ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. ഒരു സ്വകാര്യ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അത്രയും വലിയ രൂപത്തിലുള്ള ഗൗരവതരമായിട്ടുള്ള നിയമലംഘന പ്രവർത്തനങ്ങളൊക്കെ കണ്ടാലല്ലാതെ സാധാരണഗതിയിൽ ഒരു കോളേജ് നടത്തുന്ന, ഒരു സ്വാശ്രയ കോളേജ് മുന്നോട്ട് നയിക്കുന്ന ഒരു ട്രസ്റ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊന്നും സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മാനേജ്മെൻറ്റുകൾ നൽകിയിരിക്കുന്ന ഉറപ്പുകൾ ലംഘിക്കുന്ന പക്ഷം സർക്കാർ ഇടപെടും എന്ന ആ കരാറിനകത്ത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ കരാറിനകത്തുള്ള വാചകം തികച്ചും അസംബന്ധവും അത് നിയമവിരുദ്ധവും, അത് മനുഷ്യരെ, ആ കുട്ടികളെ, അത് വായിക്കുന്ന ആളുകളെ വഞ്ചിക്കുന്ന രൂപത്തിലുള്ള ഒരു ടേമുമാണ് എന്നുള്ള കാര്യം
ഏറ്റവും മിനിമം നിയമ വിദ്യാഭ്യാസമുള്ള നിയമസാക്ഷരതയുള്ള മനുഷ്യർക്ക് മനസ്സിലാവുന്നതാണ്. ഞാനങ്ങനെ മനസ്സിലാക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അജ്ഞതയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള ഇത് വായിക്കുന്ന, പത്രം വായിക്കുന്ന, നാളെ രാവിലെ പത്രം വായിച്ചിട്ട് ലോ അക്കാദമിയിലെ സമരം തീർന്നു എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഗ്രാമീണരൊക്കെ ഒരുപക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും. ലോ അക്കാദമിയിൽ പഠിക്കുന്ന കുട്ടികൾ നിയമം പഠിക്കുന്നവരാണ്. അവരെ നയിക്കുന്ന വിദ്യാർത്ഥികൾ നിയമത്തിനകത്ത് ഈ പറയുന്ന രൂപത്തിലുള്ള ബിരുദമുള്ളവരും ബിരുദം നേടിക്കൊണ്ടിരിക്കുന്നവരുമാണ്. ഈ സമരം നയിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അഭിഭാഷകരാണ്, വക്കീലന്മാരാണ് പേരുകൊണ്ടെങ്കിലും. കെ മുരളീധരൻ അടക്കം അഭിഭാഷകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല കൃത്യമായിട്ട്. എങ്കിൽ പോലും ഈ BJP-യുടെയും CPI-യുടെയും ഈ പറയുന്ന രൂപത്തിലുള്ള പിന്നെ KSUവിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ നിയമജ്ഞാനമുള്ളവരാണ്. സ്വാശ്രയ കോളേജുകൾക്കകത്തുള്ള ആഭ്യന്തര കാര്യങ്ങൾക്കകത്ത് സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ തന്നെ ഇടപെടുന്നതിനകത്തുള്ള പരിമിതിയെ സംബന്ധിച്ച് വളരെ സംഗതമായ, പ്രധാനവും പ്രസക്തവുമായ അറിവുള്ള മനുഷ്യരാണ് ഇവരെല്ലാം തന്നെ. SFI ഈ സമരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സ്വാധീനിക്കപ്പെട്ടു. അവർ ആ സമരത്തിൽ നിന്ന് വളരെ നയപരമായിട്ട്, വളരെ വിദഗ്ധമായിട്ട് പിൻവാങ്ങുകയും ഈ സമരത്തിൽ ഞങ്ങൾ മുന്നോട്ട് ഉന്നയിച്ചിരുന്ന എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും അംഗീകരിക്കപ്പെട്ടു എന്ന മുടന്ത ന്യായം പറഞ്ഞ് അവർ സമരത്തിന് പിന്മാറി. പിന്നീട് രണ്ടാമത് ഈ സമരത്തിൽ കണ്ടിന്യൂ ചെയ്ത ആളുകൾ എങ്ങനെയെങ്കിലും ഈ സമരം അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളൊരു ഘട്ടത്തിലെത്തി. കാരണം എന്താ വെച്ചാൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. അതോടുകൂടി ആ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഒരു സമരം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ അതിൻ്റെ പ്രായോഗിക തലത്തിൽ തന്നെ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ഘട്ടത്തിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗം നടക്കുകയും രാവിലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ലോ അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവസാനിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് മാഷിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. അദ്ദേഹം SFIക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു ഉറപ്പ് പുതുതായിട്ട് നൽകിയെന്ന് എനിക്ക് ആ കരാർ വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല. എന്ന് മാത്രമല്ല, SFIക്ക് നൽകിയ ഉറപ്പുകളാവട്ടെ, ഇന്ന് ഈ പുതിയ സമരക്കാർക്കായിട്ട് രവീന്ദ്രനാഥ് മാഷ് നൽകിയ ഉറപ്പുകളാവട്ടെ, ഈ ഉറപ്പുകളൊന്നും തന്നെ നിയമപരമായിട്ടോ ഭരണഘടനാപരമായിട്ടോ നിലനിൽക്കുന്നതല്ല. ഒരു ലെറ്റർ ഹെഡിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിണ്ടാക്കി അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ആളുകൾ ഒപ്പിട്ടു. ഇത് ആർക്കും വേണ്ടാത്ത ഒരു നാടകമായിട്ട് കാണികളെല്ലാം പിരിഞ്ഞുപോയി എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യം. ഇതിനകത്ത് അല്ലത് വലിയ പ്രശ്നത്തിലേക്കല്ലേ നയിക്കുക? വളരെ പ്രസക്തമാണ് അരുൺ ചോദിച്ച ചോദ്യം. കാരണം എന്താ വെച്ചാൽ ഇവിടെ വളരെ കാതലായിട്ടുള്ള പ്രശ്നം എന്തെന്ന് പറയുന്നത്, ഒന്ന്, കേരളത്തെ പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തെ ഭൂമിയുടെ രാഷ്ട്രീയമാണ്. നീറുന്ന പ്രശ്നമാണ് ഭൂമിയുടെ രാഷ്ട്രീയം. ആ സമയത്താണ് ഈ പറയുന്ന ലോ അക്കാദമിക്ക് വേണ്ടിയിട്ട് പണ്ടെങ്ങോ പതിച്ചു നൽകിയത് അന്ന് സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഈ സംസ്ഥാനത്തെ ജഡ്ജിമാർക്കും അതുപോലെ പരിണതപ്രജ്ഞരായിട്ടുള്ള ശ്രേഷ്ഠരായ മനുഷ്യർക്കായിരുന്നു. ഇപ്പോഴാണ് അത് ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്തായിട്ട് അധപതിച്ചത്, ആ രൂപത്തിൽ ചുരുങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ആ ഭൂമി മടക്കി പിടിക്കുക, സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. രണ്ടാമത്, അവിടുത്തെ ദളിത് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പീഡനമാണ്. മൂന്നാമത്, ആ കോളേജിൻ്റെ അഫിലിയേഷൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ പ്രിൻസിപ്പളുടെ ബിരുദം വ്യാജമാണെന്നും ഒരേ സമയം അവർക്ക് 2 ബിരുദങ്ങളുണ്ടെന്നുള്ള രൂപത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. ദളിത് പീഡനത്തിൻ്റെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന കുറ്റാരോപിതയായിട്ടുള്ള പ്രിൻസിപ്പൾ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള രൂപത്തിലുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. അവരുടെ ഹോട്ടലിൽ എച്ചിൽ വാരിക്കാൻ വരെ കുട്ടികളെ ഉപയോഗിച്ചു എന്നും ജാതിപ്പേര് ഉപയോഗിച്ച് അധിക്ഷേപിച്ചു എന്നും ഇത്തരം ഗുരുതരമായിട്ടുള്ള പരാതികളിന്മേൽ, ഇത്തരം ഗുരുതരമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളിന്മേൽ ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല. ഒരു സമരക്കാരും അത്തരം പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗൗരവതരപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഈ സമരം അവസാനിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കകത്തൊന്നും യാതൊരു തരത്തിലുള്ള തീരുമാനമോ ഒത്തുതീർപ്പോ എന്തെങ്കിലും പരിഹാരമോ ഗവൺമെൻറ് എന്തെങ്കിലും കേസെടുത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും കുറ്റാരോപിതർക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള രൂപത്തിലുള്ള ഒരു തീരുമാനമോ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമരങ്ങൾ SFIക്ക് നൽകിയ ഉറപ്പാവട്ടെ, ഇന്നിപ്പോൾ ഈ സമരം ഒത്തുതീർന്നതാവട്ടെ, ഒരിക്കലും ജനപക്ഷത്തു നിന്നോ വിദ്യാർത്ഥി പക്ഷത്തു നിന്നോ മനുഷ്യപക്ഷത്തു നിന്നോ കൊണ്ടുള്ള ഒരു അവസാനിപ്പിക്കലാണ്, ഒരു പരിഹാരമാണ്, ഒരു ഒത്തുതീർപ്പാണ് ഈ സമരത്തിനുണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഒരു നിലയിലും പറയാനേ കഴിയില്ല.
അല്ല, തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയിട്ടുള്ള സംഘടന എന്ന് പറയുന്നത് SFI ആണ്. SFIയെയും SFIക്കാരും SFI അനുകൂലിക്കുന്നവരും അത് സമ്മതിച്ചില്ലെങ്കിൽ കൂടി. കാരണം എന്തെന്ന് വെച്ചാൽ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും SFI തന്നെ ചില ഫോർമുലകൾ ഉണ്ടാക്കുകയും ആ ഫോർമുലകൾ ഇവർ അംഗീകരിച്ചു എന്ന് വരുത്തി തീർക്കുകയും ആ ഒരു മുടന്ത ന്യായം പറഞ്ഞ് സമരം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് SFI ചെയ്തിട്ടുള്ളത്. പൊതുസമൂഹത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ, നീറുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള മനുഷ്യർക്ക് ഈ പറയുന്ന രൂപത്തിൽ ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CPMൻ്റെ ഉന്നത നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള സമ്മർദ്ദത്തിന് അടിപ്പെട്ട് SFI ആ സമരത്തിൽ നിന്നും വളരെ വിദഗ്ധമായിട്ട്, ഇത് വിദഗ്ധമായിട്ട് എന്നുള്ള വാക്കിന് മണ്ടത്തരത്തോടെ അല്ലെങ്കിൽ വിഡ്ഢിത്തരമായിട്ട് എന്നും കൂടി പറയാം. കാരണം എന്താ വെച്ചാൽ ഒരു ഹിസ്റ്റോറിക്കൽ സ്ക്രൂട്ടിനി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ SFIയുടെ ഈ സമരത്തെ പൊതുസമൂഹം വിലയിരുത്തുകയും മാർക്കിടുകയും ചെയ്യുന്ന സമയത്ത് SFIക്ക് ഇതിനകത്ത് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. SFIക്ക് മാത്രമാണ് പരിക്കുകൾ പറ്റിയിട്ടുള്ളത്. ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് മുരളീധരനെ പോലുള്ള അല്ലെങ്കിൽ BJP നേതാക്കന്മാരായിട്ടുള്ള VV രാജേഷിനെ, മുരളീധരനെ പോലുള്ള ആളുകൾ ചെയ്തത്. അവർക്ക് അതിനകത്ത് എന്ത് കിട്ടിയാലും ബോണസാണ്. പക്ഷേ ഇതിനകത്ത് ആത്യന്തികമായിട്ട് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അവിടുത്തെ വിദ്യാർത്ഥികൾക്കും SFIക്കും തന്നെയാണെന്നുള്ളതാണ് എനിക്ക് വളരെ സത്യസന്ധമായിട്ട് ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ തോന്നുന്നത്. താങ്ക് യു വരുൺ, താങ്ക് യു.